ഇസ്ലാമാബാദ് സമാധാന ചർച്ച മുടങ്ങിയതിൽ പ്രതികരണവുമായി ഇറാൻ. ഭീഷണിയോ സമ്മർദ്ദമോ കാരണം ചർച്ചയ്ക്ക് വഴങ്ങില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറഞ്ഞു. അതേസമയം ഒത്തുതീർപ്പിന് ഇറാൻ തയ്യാറാകാത്തതിനാലാണ് ചർച്ച വേണ്ടെന്ന് വെച്ചതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇസ്ലാമാബാദ് ചർച്ച നടക്കില്ലെന്ന് ഉറപ്പായതോടെ പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടി. അതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ആഞ്ഞടിച്ച് ജർമ്മൻ ചാൻസലർ രംഗത്തെത്തി. ഇപ്പോൾ നടക്കുന്നത് അനാവശ്യമായ യുദ്ധമെന്ന് ജർമ്മൻ ചാൻസലർ കുറ്റപ്പെടുത്തി. ഇറാനുമായി ചർച്ചകൾക്കായി അമേരിക്കൻ സംഘം പാകിസ്ഥാനിലെത്തില്ല. ചർച്ചകൾക്കായി പോകേണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സംഘത്തിന് നിർദ്ദേശം നൽകി. വേണമെങ്കിൽ ഇറാൻ ഇങ്ങോട്ട് സമീപിക്കട്ടെ എന്നാണ് നിലപാടെന്നും ട്രംപ് വ്യക്തമാക്കി. അനാവശ്യ യാത്രകൾ ഒരുപാടായെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. നാവിക ഉപരോധം നീക്കാതെ നേരിട്ടുള്ള സമാധാന ചർച്ചകൾക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി അമേരിക്കയെ അറിയിക്കാനായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് അമേരിക്കൻ സംഘം പാകിസ്ഥാൻ യാത്ര റദ്ദാക്കിയത്. ഇസ്ലാമാബാദ് ചർച്ച നടക്കില്ലെന്ന് ഉറപ്പായതോടെ പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങൾ വഴിമുട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് തീർത്തും അനാവശ്യമായ യുദ്ധമാണ്. യുദ്ധം വർദ്ധിച്ചുവരുന്നത് അസ്ഥിരതയ്ക്ക് കാരണമാകുന്നുവെന്നും അത് അമേരിക്കയെ മാത്രമല്ല യൂറോപ്പിനെയും ഏഷ്യയും കൂടി ബാധിക്കുകയാണ്. യൂറോപ്യൻ യൂണിയനിലെ 27 രാഷ്ട്രത്തലവന്മാരുമായി നടത്തിയ 2 ദിവസം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആയിരുന്നു ഈ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവന്നത്. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായുള്ള പാകിസ്ഥാൻ സന്ദർശനത്തിന് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രിയും സംഘവും ഒമാനിലെത്തി. നയതന്ത്ര ചർച്ചകളോട് അമേരിക്ക ഗൌരവം കാണിക്കുമോ എന്ന് കാണട്ടെയെന്ന് അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇന്നലെ ട്രംപിന്റെ നിർദ്ദേശപ്രകാരം സമാധാന ചർച്ചകൾക്കായുള്ള ഇസ്ലാമാബാദ് യാത്ര അമേരിക്കൻ സംഘം റദ്ദാക്കിയിരുന്നു. സമ്മർദ്ദ ഭീഷണികളിലൂടെയോ ഉപരോധത്തിലൂടെയോ ഇറാനെ നിർബന്ധിത ചർച്ചയ്ക്ക് ഇരുത്താൻ ആകില്ലെന്ന് മസൂദ് പെഷസ്കിയാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനെ അറിയിച്ചു. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ വിസമ്മതിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ വഴിയുള്ള പരോക്ഷ ചർച്ചകളിലൂടെ മാത്രമേ തങ്ങളുടെ നിലപാടുകൾ അറിയിക്കൂ ഇറാൻ വ്യക്തമാക്കി. മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ പാകിസ്ഥാൻ ഒരു പ്രധാന മധ്യസ്ഥനായി മാറുന്ന കാഴ്ചയാണ് ഈ നീക്കങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അരാഗ്ചി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ്, വിദേശകാര്യമന്ത്രി ഇഷാഖ് ധാർ എന്നിവരുമായി ചർച്ച നടത്തും. ഫെബ്രുവരി 28-ന് ഇസ്രായേലുമായി ചേർന്ന് US ഇറാനെ ആക്രമിച്ചതിനു പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി അടക്കം ഇറാന്റെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു. പിന്നാലെ ഇറാന്റെ സുപ്രധാന ഊർജ്ജ കേന്ദ്രമായ ഖാർട്യൂബിന് നേരെയും US ബോംബാക്രമണം നടത്തിയതോടെ യുദ്ധം പശ്ചിമേഷ്യ ഒന്നടങ്കം ഭീതിയുടെ മുൾമുനയിലേക്ക് കൊണ്ടെത്തിക്കുകയായിരുന്നു. ഇതിനോടകം ഇറാനിൽ മാത്രമായി 3000-ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. 20,000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരിൽ അധികവും. യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കും. അതേസമയം ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം തുടരുകയാണെങ്കിൽ സായുധ സേനയുടെ കടുത്ത രീതിയിലുള്ള പ്രതികരണം അമേരിക്ക അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാൻ സൈന്യം വ്യക്തമാക്കി. ഇറാന്റെ പരമാധികാരവും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കാൻ സൈന്യം മുമ്പത്തേക്കാൾ സജ്ജമാണെന്ന് ഹസ്രത്ത് ഖദം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. തസ്നീം വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രകടിപ്പിച്ചതിനേക്കാൾ വലിയ പ്രഹരശേഷിയും തയ്യാറെടുപ്പും ഇപ്പോൾ സൈന്യത്തിനുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുമെന്നും ശത്രുക്കളുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഇറാൻ വ്യക്തമാക്കി. ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ അത് ഭീകരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. അതേസമയം രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപയോഗം അടിയന്തരമായി കുറയ്ക്കണമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ അഭ്യർത്ഥിക്കുന്നത്. ശത്രുക്കൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെക്കുകയാണെന്നും ജനങ്ങൾക്കിടയിൽ അതൃപ്തി പടർത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമ്പദ് വ്യവസ്ഥയെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള ഊർജ്ജക്ഷാമം ഒഴിവാക്കാൻ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹം അഭ്യർത്ഥിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളും ഉപരോധങ്ങളും രാജ്യത്തെ ഊർജ്ജ മേഖലയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്നാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ഇതിനിടെ ഇസ്ലാമാബാദിൽ എത്തിയ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ സംഘം പാക് നേതൃത്വവുമായി ചർച്ച നടത്തി. വെടിനിർത്തലിനായുള്ള ഇറാന്റെ നിർദ്ദേശം പാകിസ്ഥാൻ അധികൃതർക്ക് കൈമാറി. US പ്രതിനിധി സംഘം ഉടൻ എത്തുമെങ്കിലും നേരിട്ട് ചർച്ചയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.